വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഒരു ആചാരമാണ് ഇതുപോലെ കുപ്പിയും പാട്ടയൊക്കെ കവറിൽ കെട്ടി നമ്മൾ ബോട്ടിൽ ഡിപ്പോയിലോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിന്ററൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ പാലിന്റെ കുപ്പിയും പാട്ടയും എല്ലാം കെട്ടി നമ്മൾ ബോട്ടിൽ ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. കൊണ്ടുവന്ന സഞ്ചികളെല്ലാം അവിടുത്തെ കാർട്ടിലോട്ടൊന്ന് നിറച്ച് ഇനി നമ്മൾ ബോട്ടിൽ ഡിപ്പോയുടെ അകത്തോട്ട് പോവാണ്. ഇന്നിപ്പോൾ വെതറൊക്കെ ഇത്തിരി ഭേദമായതുകൊണ്ടും വിന്റർ മുഴുവനും ആൾക്കാർ കളക്ട് ചെയ്ത സാധനങ്ങൾ കൊടുക്കാനുള്ളതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ബാക്കിലാണ്. നിന്ന് ക്ഷീണിച്ചാൽ ഇനി ഒരു അത്യാവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇനി നമ്മുടെ റെസീറ്റും കൊണ്ടുപോയി സ്കാൻ ചെയ്യാനുള്ള ക്യാഷ്യർ കൗണ്ടറാണ് ഇപ്പുറത്ത്. ഇനി ക്ഷീണം കൂടിയാൽ കുടിക്കാനായിട്ടുള്ള ലെമണേഡിന്റെ ഭരണിയും അതിനു വേണ്ടിയിട്ടുള്ള ഗ്ലാസും ഒക്കെ അവൈലബിൾ ആണ്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഇത് കണ്ടിട്ടില്ല, ഇപ്പൊ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. നമ്മുടെ കോഫിയുടെ കേക്ക് കപ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ അതും ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മുടെ ടേൺ എത്തിയിട്ടുണ്ട്. നമ്മുടെ സഞ്ചിയിൽ കൂടുതലും പാല് കുപ്പികളാണ്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇടിച്ച് ചളുക്കി കവറിലാക്കിയതിനെല്ലാം നിരത്തിയിട്ടു. അതെല്ലാം ആ ഒരു സ്റ്റാഫ് കൗണ്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള നമ്പർ ഈ സ്ക്രീനിൽ തെളിഞ്ഞു വരും. നമ്മൾ കൊണ്ടുവന്ന കുപ്പിയും പാട്ടയും എല്ലാം കൗണ്ട് ചെയ്ത് എൻട്രി ചെയ്ത് സ്ക്രീനിൽ കണ്ട ഫിഗർ അനുസരിച്ചിട്ട് നമുക്കൊരു റെസീറ്റ് തന്നിട്ടുണ്ട്. അത് ഈ ഒരു ക്യാഷ്യർ കൗണ്ടറിൽ വന്നിട്ടൊന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള കാശൊക്കെ ഈ പിഞ്ഞാണത്തിൽ വീഴും. നമ്മൾ പാലും വെള്ളവും ഒക്കെ വാങ്ങിച്ചപ്പോൾ ആ കുപ്പിക്ക് കൊടുത്തിട്ടുള്ള ഡെപ്പോസിറ്റ് നമ്മളിങ്ങനെ ബോട്ടിൽ ഡിപ്പോയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്കത് തിരിച്ചു കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു റീസൈക്കിൾ സിസ്റ്റം. അങ്ങനെ കുപ്പിയും പാട്ടയൊക്കെ കൊടുത്ത് കാശും വാങ്ങിച്ച് കൈയും കഴുകി വീട്ടിൽ പോവാം.